ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ കുറേ ആളുകൾ ചോദിച്ചിരുന്നു 2-3 ദിവസമായിട്ട് ഈ കാറിലാണല്ലോ എന്താണ് സായി കൃഷ്ണ, അത് നമ്മുടെ സീക്രട്ടേജിന് വേണ്ടി പഠിക്കുകയാണോ എന്ന് ചോദിച്ചിരുന്നു. അല്ല, ഇതിപ്പോ അളിയൻ നാളെ ഗൾഫിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മൂപ്പരുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ വീട്ടിൽ കുറേ ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കാറിലാണെങ്കിൽ സമാധാനമായിട്ട് ചെയ്യാലോ എന്നുള്ളൊരു ഒരു ഒരു ഇംഗിതത്തിന്റെ പുറത്ത് കാറിൽ കയറി ഇരുന്നാണ്. അതൊക്കെ പോട്ടെ, പറയാനുള്ളത് മമ്മൂക്ക ടർബോ എഗെയിൻ, വീണ്ടും മമ്മൂട്ടി തന്നെ. കാരണം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേ ബൈ ഡേ ഡെയിലി ലിയോയില് കാണിച്ച പോലെ കീപ് കാം ആൻഡ് വെയിറ്റ് ഫോർ ടർബോ എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഒരു പോസ്റ്റർ വരുന്നുണ്ടെന്ന്. ഇന്നൊരു പോസ്റ്റർ മാത്രമല്ല, 15 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയും കൂടി പുള്ളിക്കാരൻ തന്നിട്ടുണ്ട്. എന്തായാലും നാളെയാണ് ട്രെയിലർ ലോഞ്ച് എന്ന് എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ കണ്ടേച്ചങ്ങ് വരാം. അപ്പൊ അതും കഴിഞ്ഞല്ലോ, റെഡി. ടർബോ ഗ്ലോബൽ ട്രെയിലർ ലോഞ്ച് ദുബായ് സിലിക്കോൺ സെൻട്രൽ മോൾ മെയ് 12 വൈകുന്നേരം 7 മണി ദുബായ് സമയം, അതായത് നാളെ അവിടെ കാണാം. അവിടെ കാണാൻ കഴിയില്ല, നിങ്ങൾ അവിടെ പൊളിക്ക്, ഞങ്ങൾ ഇവിടെ കാണാം. നാളെ 7 മണിക്കോ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 7:30 കണ്ടാണ് പോസ്റ്റർ ഉണ്ടായിരുന്നത്. അവിടെ ട്രെയിലർ ലോഞ്ച് നടക്കുന്നത് 9 മണിക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇവിടെ 9 മണിയാകുമ്പോൾ നമുക്ക് സാധനം കിട്ടും. അപ്പൊ മമ്മൂക്ക അവിടെ പൊളിക്കട്ടെ, നമുക്ക് ഇവിടെ പൊളിക്കാം. അപ്പൊ എന്താവുന്നൊന്നും അറിയില്ല. കുറെ ആളുകള് ഭയങ്കരമായിട്ടുള്ള പ്രാക്കൊക്കെ പ്രാകുന്നുണ്ട്, അത് ഈ പടം പൊട്ടും എന്നൊക്കെ പറഞ്ഞു. കാരണം 5-6 പടം അടുപ്പിച്ച് ഹിറ്റായപ്പോ ചില നടന്മാരുടെ ആരാധകന്മാർക്ക് കുരു പൊട്ടിയിട്ടുണ്ടാവും, സ്വാഭാവികം. ഹേറ്റേഴ്സിനൊക്കെ കുരു പൊട്ടിയിട്ടുണ്ടാവും. സാറില്ല, നാളെ എന്തായാലും ട്രെയിലർ വരട്ടെ, അതിനുശേഷം സംസാരമുള്ളൂ. കാരണം അതുവരെ നമ്മൾ എന്തുകൊണ്ടും കാര്യമില്ല. ട്രെയിലർ അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു. അപ്പോ എന്തായാലും ഈ പറഞ്ഞ പോലെ ബേക്കില് നമ്മുടെ ടർബോ എഴുതിയുള്ള സംഭവം മിന്നിക്കത്ര കണ്ടു. പുള്ളിക്കാരൻ അവിടെ തന്നെയാണ്, ഗൾഫിൽ തന്നെയാണ്. ബന്ധം വരെ എവിടെ ആവാനാണ് സാധ്യത. അവിടെയും നമ്മൾ ഗൾഫ് മലയാളികളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇന്ന് രാവിലെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടാറ് പോസ്റ്റർ. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ അടാറ് പഞ്ഞിക്കടലാണെന്ന് പറഞ്ഞ പോലെ പോസ്റ്റർ. ഇതാണ് പോസ്റ്റർ. ഫസ്റ്റ് ഇതിൽ പറയാനുള്ളത് പുള്ളിക്കാരന്റെ ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ വന്ന പോസ്റ്ററുകളിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റൈലിഷ് ആയിട്ട്, ഒരു ചൊറുക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ മമ്മൂക്കനും തോന്നുന്നത് ഈ ഒരു ഫോട്ടോയിലായിരിക്കും. എന്തൊരു ഭംഗിയാണ് പുള്ളിനെ കാണാന്നറിയും. ഇവിടെയും ഡ്രസ്സ് അതുണ്ട്. ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഇനി ഇതില്. ഇതല്ലാണ്ട് നമ്മൾ 1-2 കോസ്റ്റ്യൂമിൽ മാത്രമാണ് പുള്ളിനെ ഈ ടർബോയുടെ സംഭവത്തിൽ കണ്ടത്. എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു സംഭവമാണോ, ഒരു 1-2 അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തെ മാത്രം കഥ പറയുന്ന സിനിമയാണ്, എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ വേറൊരു സംഭവം പുറത്തു വിടണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു ലുക്ക് മാത്രം പുറത്തു വിട്ടായിരിക്കും. എന്തെങ്കിലും സംതിങ് ഈസ് കുക്കിംഗ് എന്തോ അല്ലെ, അവരെന്തോ ഒരു വെറൈറ്റി ആയിട്ട് സംഭവം പാകം ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്തായാലും ടർബോന്റെ ട്രെയിലർ വരുമ്പോൾ കാണാം. ഇവിടെ പറയാനുള്ളത് പുള്ളിന്റെ ചിരിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ലൊക്കേഷൻ സ്റ്റില്ല് പോലെ എന്തോ ആയിരിക്കാം ഒരു പക്ഷെ. കാരണം നോർമലി പുള്ളിക്കാരൻ മറ്റേ ഇന്റർവ്യൂസിനോ അല്ലെങ്കിൽ പ്രസ് മീറ്റിനൊക്കെ വരുന്ന സമയത്ത് സാധാരണ ആരാധകരോടോ അല്ലെങ്കിൽ അവിടെയുള്ള ആങ്കേഴ്സിനോടൊക്കെ ചിരിക്കുന്ന പോലെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ശരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഭയങ്കര രസമുണ്ട്. ആ ചിരിയിൽ ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ജോസ് അച്ചായനായിട്ടുള്ള ഒരു ചിരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ അടിപൊളി ജോസ് നാട്ടിലിറങ്ങിയപ്പോ അവിടെ പയ്യന്മാര് എന്തെങ്കിലും ഫുട്ബോൾ കളിക്കുന്നത് കണ്ടിട്ടോ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും കണ്ടപ്പോഴൊക്കെ നിൽക്കുന്ന നോർമൽ ഒരു സാധനമായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും അതിന്റെ ഉള്ളിലുള്ള ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലുക്ക് വൈസ് പുള്ളിനെ മറിച്ചിടാൻ മലയാള സിനിമയിൽ മറ്റൊരു നടൻ അന്നുമില്ല ഇന്നുമില്ല. പുള്ളിക്കാരൻ വന്നതിന് ശേഷം കേട്ടോ. അതിന് മുമ്പ് പല ആളുകൾ നസീറിനൊക്കെ പറയായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. അതാണല്ലോ, അങ്ങനെ പറയാണല്ലോ നല്ലത്. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ആളുകളുടെ സമയത്ത്, മലയാള സിനിമയിൽ ഉള്ള ഒരാളുടെ സമയത്ത് ഞാൻ ജീവിച്ചിട്ടില്ല. സോ മമ്മൂക്ക ഈസ് ഗ്രേറ്റ് എല്ലാ കാര്യത്തിലും. അപ്പൊ എന്തായാലും നാളെ ടർബോന്റെ ട്രെയിലർ വരും. കട്ട വെയിറ്റിംഗ് ആണ്. എനിക്കറിയാം ഒരുപാട് ആരാധകർ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് ആളുകൾ കമന്റ്സിൽ, ഇപ്പൊ ഞാൻ ഇട്ട വീഡിയോന്റെ താഴേക്ക് കമന്റ്സിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആ സംഭവം ശരിയാണെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ വൈശാഖിന്റെ അടുത്ത് വന്ന സിനിമകൾ, ഇപ്പോ പുലിമുരുകൻ അതൊരു ഫാൻ ബേസ്ഡ് മൂവിയാണെന്നുള്ള രീതിയിൽ എനിക്ക് ഏറെക്കുറെ ശരിയാണെന്ന് തോന്നി. ഫാൻസിന് ആഘോഷമാക്കാനുള്ള എല്ലാ സംഭവം അതിലുണ്ട്. അതുപോലെ ഈ പോക്കിരാജ ആണെങ്കിൽ അത് ഫാൻസിന് ഭയങ്കരമായിട്ട് ആഘോഷിക്കാനുള്ളതുണ്ട്. എല്ലാ തരം പ്രേക്ഷകർക്കും പറ്റുന്ന രീതിയിൽ ഒരു അടിപ്പടാണെങ്കിൽ ഇതൊരു പക്ക മാസ് അടിപ്പടാണെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം, ഇടി എന്നാണ് പറഞ്ഞത് ടർബോനെ കുറിച്ച് ചോദിച്ചപ്പോൾ. സോ പക്ക അവർ ആ ഒരു
എന്റർടൈനർ, മാസ് ആക്ഷൻ എന്റർടൈനർ ആണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സിനിമ വരുമ്പോൾ എല്ലാതരം ആരാധകർക്കും, ഐ മീൻ എല്ലാ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആരാധകർക്കും, ഫാൻസിനല്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സിനിമയാണ് ഇനി വൈശാഖിന്റെ അടുത്ത് വരേണ്ടത്. പിന്നെ ഇതിനു മുമ്പുള്ള കഥകൾ എഴുതിയിരുന്ന ആരാധകർക്ക് നമുക്കറിയാം, പലതരം ഉദയ് കൃഷ്ണയും അങ്ങനെ പലതരം ആളുകളാണ് എഴുതിയിരുന്നത്. ഇവിടെ വരുമ്പോൾ മിഥുൻ മാനുവൽ തോമസ് ആണ് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം പുള്ളി കൈ വെച്ചതെല്ലാം പൊന്നാക്കിയിട്ടുള്ള എഴുത്തുകാരനാണ്. അങ്ങനെ മമ്മൂക്കേന്റെ കൂടെ വരുമ്പോഴും ഇതൊരു പൊന്നല്ല, ഇതൊരു വജ്രമോ ഡയമണ്ടോ ഒക്കെ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നാളെ ടർബോ കാണുന്നവരെ വെയിറ്റിംഗ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ മമ്മൂക്ക ആരാധകർക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. എത്രമാത്രം ലൈക്ക് വരും നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ